നന്നായി യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യന്റെ മനസ്സിൽ എപ്പോഴും സഹാനുഭൂതി ആയാലും പ്രകൃതിയോടുള്ള ഒരു ഇഷ്ടം കൂടുതലും ഉണ്ടാവും. നമുക്ക് വേറെ ചിന്തകളൊന്നും ഉണ്ടാവില്ല. നന്നായി യാത്ര ചെയ്യുന്ന ഒരാൾ, ഏതൊരാളാണ് നിങ്ങൾ എടുത്താൽ മനസ്സിലാവും. മറ്റുള്ള ആളുകള്, നമ്മളിപ്പോ ഈ യാത്രകളില് കുറെ ഗ്രാമങ്ങളിലൂടെ നമ്മൾ പോകും. അപ്പൊ അവര് ജീവിക്കുന്ന നിലവാരം നമ്മളായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ നോക്കും. കാരണം വളരെ പരിമിതമായ ചുറ്റുപാടിൽ ജീവിക്കുന്നവര് എന്താ പറയാ, എത്ര ഹാപ്പി ആയിട്ടാണ് അവര് ജീവിക്കുന്നത്. ഞാൻ എന്റെ ഫസ്റ്റ് യാത്രയില് ഞാൻ അതിശയിച്ചു പോയി. 5-6 കിലോമീറ്റർ കുട്ടികള് നടന്നു പോയിട്ടാണ് സ്കൂളിലേക്ക് വരുന്നത്. അത് മുകളിലാണെങ്കിൽ താഴോട്ട് ഇറങ്ങി വരും. 5-6 കിലോമീറ്റർ നടന്നിട്ട് അത്ര തന്നെ തിരിച്ചവര് സ്കൂളിൽ വിട്ടിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇന്ന് നമ്മളുടെ മക്കളും അല്ലെങ്കിൽ എന്താ പറയാ ഇന്നത്തെ ഒരു നമ്മളുടെ ലൈഫൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മളൊക്കെ എന്താ പറയാ എവിടെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ. അതാ ഞാൻ പറഞ്ഞത്, യാത്ര ചെയ്യുന്ന ആളുകള് പുതിയ സംസ്കാരങ്ങള്, പുതിയ ആളുകള്, പുതിയ ഗ്രാമങ്ങളൊക്കെ സന്ദർശിക്കണം. ഒരുപാട് പഠിക്കാനുണ്ട് നമുക്ക്. അതൊക്കെ നമ്മളെ എക്സ്പീരിയൻസ് ചെയ്യണം. അതൊക്കെ അപ്പോഴാണ്, അതായത് ഭക്ഷണമായാലും എന്താ പറയാ വെള്ളത്തിന്റെ കാര്യമായാലും ഇതൊക്കെ എല്ലാം പ്രകൃതിയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറെ സംഭവങ്ങള് നമുക്ക് കാണാൻ പറ്റും. എല്ലാത്തിനോടൊരു വാല്യൂ വരും. നമ്മുടെ ജീവിതത്തിനോട് നമുക്ക് തന്നെ ഒരു വാല്യൂ വരും. പിന്നെ നമുക്ക് ഏത് സാഹചര്യങ്ങളിലും നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു കപ്പാസിറ്റിയും കൂടി നമുക്ക് ഈ യാത്രകളിൽ നമ്മളെ പഠിപ്പിക്കും.